എത്ര വലിയ അനുഗ്രഹമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം, പ്രസംഗങ്ങൾ കേൾക്കുവാൻ, ടീച്ചിങ്സ് ശ്രദ്ധിക്കുവാൻ കർത്താവ് നമ്മൾക്ക് അവസരങ്ങൾ തരുന്നല്ലോ. ഓൺലൈനിലും ഈ സഭായോഗങ്ങളിൽ സ്ഥിരമായിട്ട് കടന്നു വന്ന് വചനം ശ്രദ്ധിക്കുന്ന നിങ്ങളെയും വിശേഷാൽ ഞാൻ കർത്തൃനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. വളരെ പാവം പിടിച്ച ഒരു കർഷകൻ, വിദ്യാഭ്യാസമില്ലാത്ത ഒരു കർഷകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു ഒരു കാളെ വാങ്ങണം, പൂട്ടാൻ വേണ്ടി, വയൽ പൂട്ടാൻ വേണ്ടി. പക്ഷെ അദ്ദേഹത്തിന് പണമില്ല. അറിയപ്പെടാത്ത വളരെ ഒരു ഉൾഗ്രാമത്തിൽ പാർക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിൽ ഈ ആഗ്രഹം വന്നതുകൊണ്ട് അദ്ദേഹം പണം സ്വരൂപിക്കാൻ തുടങ്ങി. അങ്ങനെ ദീർഘകാലമെടുത്തു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിൽ വന്നത്, ഇത്രയും പണം മതിയായിരിക്കും, ദീർഘനാളുകൾ അദ്ദേഹം സ്വരൂപിച്ചതാണ്. അങ്ങനെ അദ്ദേഹം സ്വരൂപിച്ച പണമെല്ലാമായി വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഒരു കാളെ വാങ്ങാൻ പോയി. ഈ മനുഷ്യന് ഒത്തിരി മൈലുകൾ താണ്ടി അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ പണം ആ രാജ്യത്തിൽ ഇനിയും വാലിഡ് അല്ല. അയാൾ അറിഞ്ഞില്ല, ഗവൺമെന്റ് ഈ നാണയം നിർത്തി വേറെ കറൻസി ഗവൺമെന്റ് തയ്യാറാക്കി. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് പറ്റിയിട്ടുണ്ട്, നമുക്കതുകൊണ്ട് അറിയാം. അതിന് ഗവൺമെന്റ് ഒരു സമയം വെക്കും. ആ സമയത്തിനകം പഴയ കയ്യിലുള്ള നമ്മുടെ നാണയമൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ നാണയമാക്കണം. ഈ മനുഷ്യൻ, ഞാൻ സൂചിപ്പിച്ചതുപോലെ, വിദ്യാഭ്യാസമില്ലാത്തവനും ഒരു ഉൾപ്രദേശത്ത് താമസിക്കുന്നവനായതുകൊണ്ടും ഗവൺമെന്റ് എടുത്ത ഇങ്ങനെയുള്ള നടപടികളെ കുറിച്ച് അദ്ദേഹത്തിന് വേണ്ട ഗ്രാഹ്യമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ നിരാശനായി. മടങ്ങി അദ്ദേഹം ഭവനത്തിൽ എത്തി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് തോന്നിയ അതനുസരിച്ച് അയൽവാസിയായ ഒരു വിദ്യാർത്ഥി, സ്കൂൾ വിദ്യാർത്ഥിയെ വിളിച്ച് ദേശത്തിൻ്റെ പ്രസിഡന്റിനൊരു കത്തെഴുതി. സാറേ, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞാൻ നാളുകളായി സ്വരൂപിച്ച പണമാണ്. എൻ്റെ ആകൂടെ ഒരു ആഗ്രഹം ഒരു കാളെ വാങ്ങണമെന്നായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. ഇതാരും ഈ പണം എക്സ്ചേഞ്ച് ചെയ്യത്തില്ല. എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാമോ? ഒരഭ്യർത്ഥന. പ്രസിഡന്റിന്റെ കയ്യിൽ ഏതായാലും കത്ത് കിട്ടി. പ്രസിഡന്റ് വായിച്ച് അദ്ദേഹത്തിന് ഈ മനുഷ്യനോട് വളരെ മതിപ്പ് തോന്നി. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ പ്രസിഡന്റ് ഒരു കത്ത് തിരിച്ചയച്ചു എന്നതാണ് ഞാൻ വായിച്ചത്. ഇതൊരു കഥയാണ്. പ്രസിഡന്റ് പറഞ്ഞു, നിയമം പാസ്സാക്കി, അതുകൊണ്ട് നിയമം മാറ്റാനൊന്നും ഇനിയും ഒക്കത്തില്ല. രാജ്യത്തിൽ നിയമമായി. മാത്രമല്ല, ന്യായമായി എക്സ്ചേഞ്ച് ചെയ്യാൻ ഒരു സമയപരിധി വെച്ചിരുന്നു, അതും കഴിഞ്ഞുപോയി. എന്ന കാരണത്താൽ താങ്കളുടെ കയ്യിലിരിക്കുന്ന പണം ആ നിലയിൽ ഔദ്യോഗികമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രസിഡന്റ് ആകുന്ന ഞാൻ വിചാരിച്ചാൽ പോലും നിയമത്തെ ഇനിയും മാറ്റാൻ കഴിയുകയില്ല. എന്നിട്ട് അടുത്ത വാക്ക് അദ്ദേഹം കൂട്ടിച്ചേർത്തു, എന്നാലും കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ ഈ അപേക്ഷ പരിഗണിച്ച് ഞാൻ നിങ്ങളുടെ ഔട്ട്ഡേറ്റഡ് ആയിരിക്കുന്ന ഈ പണം എക്സ്ചേഞ്ച് ചെയ്ത് തരാം.
അത് എൻ്റെ വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് അതിന് തുല്യമായ പണം ഞാൻ അനുവദിക്കാം. ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞത് ഇതാണ് നമ്മൾ റോമാലേഖനത്തിൽ പഠിക്കുന്നത്. ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ ഏവരുടെയും നല്ല പ്രവൃത്തികൾ എന്ന് നാം ചിന്തിക്കുന്നത്, ദ ഗുഡ് വർക്ക്സ്, അത് ഈ മനുഷ്യൻ്റെ, ഈ കർഷകന്റെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കറൻസി പോലെ ഉള്ളൂ. പ്രയോജനമില്ല, വാലിഡ് അല്ല. ഇതുപോലെ നമ്മൾ ഈ കഥയിൽ കണ്ടതുപോലെ തന്നെ ദൈവം തന്നെ അവിടുത്തെ പുത്രനിൽ നമ്മുടെ കടത്തെ നീക്കുകയാണ്. ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ ആ പെർഫെക്റ്റ് റൈച്ചസ്നസ്, നീതി വിശ്വസിക്കാൻ നമുക്ക് ദൈവം കൃപ തരുമ്പോൾ സൗജന്യമായി നമുക്കത് കണക്കിടുകയാണ്. ഇത്രയും വലിയ സുവിശേഷം വേറെ ഏതുണ്ട്? ദിസ് ഈസ് ദ ഗുഡ് ന്യൂസ്. പാപി മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് അത് നീതിയായി, അല്ലെങ്കിൽ നമ്മളെ ദൈവം അംഗീകരിക്കുന്നു. അതാണ് ക്രിസ്തുവിന്റെ നീതി നമുക്ക് കണക്കിടുക എന്ന് പറഞ്ഞാൽ. 75 വർഷം കഴിഞ്ഞു. ഭാരതം ഇൻഡിപെൻഡൻസ് നാളെ ആഘോഷിക്കുകയാണ്. ശരിക്കും എന്താണ് ബന്ധനം, എന്താണ് അടിമത്വമെന്ന് ഭാരതത്തിലെ ഓരോ പൗരനും അറിയാം. ബ്രിട്ടീഷുകാർ ഏകദേശം 200 വർഷത്തോളം ഭാരതത്തെ ഭരിച്ചു. സ്വാതന്ത്ര്യമില്ലാതെ നാം അടിമകളായിരുന്നു. ഭാരതീയരായ ചില ആളുകൾ മുൻകൈയെടുത്ത് അവരുടെ പ്രവർത്തനം നിമിത്തം സ്വാതന്ത്ര്യം ഭാരതത്തിന് ലഭിച്ചു. ഇന്ന് വി ആർ പാർട്ട് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. 75 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷെ എല്ലാ ഭാരതീയനും ഒരു കാര്യം അറിയണം. എന്നെ ഈ സൈറ്റിൽ കേൾക്കുന്നവരും ഓൺലൈനിൽ കേൾക്കുന്നവരും എല്ലാം അറിയണം. ശരിയാണ്, ഭൗതിക തലത്തിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാലും പാപത്തിന്റെ അടിമയിൽ, പിശാചിന്റെ ബന്ധനത്തിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും. People are still in bondage. ഈ ബോണ്ടേജിൽ നിന്ന് എങ്ങനെ ഒരു വിടുതൽ കിട്ടും? ഭാരതത്തെ സ്വതന്ത്രമാക്കാൻ ദർശനമുള്ള കുറെ മനുഷ്യർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. ഭൗതികമായ ഒരു വിടുതലുണ്ടായി. ബ്രിട്ടീഷുകാരുടെ ബന്ധനത്തിൽ നിന്ന് നമുക്ക് വിടുതലുണ്ടായി. പക്ഷെ ഞാൻ ഈ പറയുന്ന ആത്മീക വിടുതലിന് ലോകത്തിലെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പാപത്തിന്റെ ശമ്പളം മരണമാണ്. എല്ലാ മനുഷ്യരും പാപികളാണ്. ഭാരതീയർക്ക് മാത്രമല്ല വിടുതൽ വേണ്ടത്, ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കും, എല്ലാ സമൂഹത്തിനും വിടുതൽ വേണം. പിശാചിന്റെ നുകത്തിൽ നിന്ന് അത്ഭുതകരമായ ആത്മീക വിടുതലിനുള്ള ഏകമാർഗം കർത്താവായ യേശുക്രിസ്തുവാണ്. ഭാരതത്തിനാവശ്യം സുവിശേഷമാണ്. ഭാരതീയർ എല്ലാം ഈ 75-ാം വർഷം ആഘോഷിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതിനപ്പുറത്തൊരു വിടുതലുണ്ട്. അത് ആത്മീക വിടുതലാണ്. ജീവനുള്ള ദൈവവുമായി
വ്യക്തിപരമായി ഒരഭേദ്യ ബന്ധത്തിലേക്ക് വരാൻ മതങ്ങൾ ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ സുവിശേഷം പറയുന്നു, സുവിശേഷത്തിനകത്ത് ദൈവത്തിന്റെ നീതിയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി, ദാനമായി അത് കണക്കിടുന്നു. ഇതെല്ലാ സംസ്ഥാനത്തിലുള്ളവരും ഗ്രഹിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ഒരു മലയും സന്ദർശിക്കണ്ട, ഒരു പുണ്യ നദികളിൽ പോയി കുളിക്കണ്ട, ആർക്കും കാണിക്ക അർപ്പിക്കണ്ട. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു, അവിടുന്ന് ദൈവം മനുഷ്യനായി വന്ന് മനുഷ്യന്റെ പാപത്തെ തന്റെ മേൽ വഹിച്ച് മനുഷ്യന് ന്യായമായി കിട്ടേണ്ട ശിക്ഷയും വഹിച്ചു. ഇത് വിശ്വസിക്കാൻ ഒരുവൻ തയ്യാറായാൽ അവന് പാപക്ഷമ മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ നീതി അവന് സൗജന്യമായി കണക്കിടുന്നു. ഈ സത്വർത്തമാനം 75 വർഷം ആഘോഷിക്കുന്ന എല്ലാ ഭാരതീയരും അറിയേണ്ടതാണ്. ആമേൻ. സുവിശേഷം വളരെ എക്സൈറ്റിംഗ് ആണ്. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 5-21 വരെയുള്ള വാക്യങ്ങളിലാണ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുന്നത്. നമ്മൾ 3-21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രധാനപ്പെട്ട ഉപദേശ സത്യത്തെ നമ്മൾ പഠിക്കുകയുണ്ടായി. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. 4-ാം അധ്യായം 3-29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളുടെ ഒക്കെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ ഉദ്ധരിച്ചുവെങ്കിലും നീതീകരണം, നീതീകരിച്ചു എന്നൊക്കെയുള്ള വാക്കിന്റെ അർത്ഥം ഇതിനോടകം ഇവിടെ ഇരിക്കുന്നവർക്ക് പരിചയമാണ് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്താണ് ഇതിന്റെ അർത്ഥം? ദൈവം ആഗ്രഹിക്കുന്ന നീതിയുടെ സ്റ്റാൻഡേർഡ്, ദൈവത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതനുസരിച്ചാണ് എല്ലാ മനുഷ്യരും ജീവിക്കേണ്ടത്. ഈ ദൈവം ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡ് ദൈവം സൗജന്യമായി ആളുകളെ കണക്കിടുന്നു. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ദെയർ അക്കൗണ്ട്. എന്തുകൊണ്ട്? ഈ വ്യക്തികൾ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ യാഗ മരണത്തിലെ സാധ്യതകളെ വിശ്വസിച്ചു എന്ന ഏക കാരണത്താൽ, ഒരു പ്രവൃത്തിയാലുമല്ല, വിശ്വാസത്താൽ ദൈവം മനുഷ്യരെ നീതീകരിക്കുന്നു. അതാണ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് മനുഷ്യന്റെ ഒരു പ്രവൃത്തിയാലുമല്ല, വിശ്വാസത്താലാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ചിലരെ ഒരു പക്ഷെങ്കിൽ ചിന്തിച്ച് കാണും, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചത്? ഇതൊന്നും തീർന്നില്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ ഇതല്ലായിരുന്നു, അതിന് മുമ്പത്തെ ആഴ്ച ഇതല്ലായിരുന്നു. ചിലരൊക്കെ ചിരിക്കുന്നു. ശരിയാണ്, പാസ്റ്റർക്ക് പ്രവചനപരമുണ്ടോ? ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നു. ഇത് എല്ലാ ആഴ്ചയിലും ഇത് തന്നെയാണോ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക, പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക. ഇതെന്റെ ചിന്തയിൽ വന്ന സമയത്ത് അതിന് ഉത്തരം കൂടെ എൻ്റെ മനസ്സിൽ വന്നു. എന്താണ് ഉത്തരം? പരിശുദ്ധാത്മാവ് ശ്രേഷ്ഠ അപ്പോസ്തലനാകുന്ന പൗലോസിലൂടെ ഇത്ര അധികം സ്പേസ് ഈ ഉപദേശത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാം അതുവഴി പോകുമ്പോൾ ധൃതി വെക്കേണ്ട ആവശ്യമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഈ പ്രധാനപ്പെട്ട ഉപദേശം നാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണമെന്ന് തന്നെയാണ്.
അതുകൊണ്ട് അസ്വസ്ഥതപ്പെടല്. നമുക്ക് ബെല്ല പോയാൽ മതി. നമുക്കിപ്പോ ധൃതിയിൽ വെച്ചിട്ട് എങ്ങും പോയി കാർഡ് പഞ്ച് ചെയ്യാനൊന്നുമില്ല. ശാന്തമായിട്ട് പോയാൽ മതി. ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത് തിട്ടമാകണം. വിശ്വാസത്താൽ ഉള്ള നീതീകരണം. 4-ാം അധ്യായം ശരിക്കും 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് പൗലോസ് പറഞ്ഞു കഴിഞ്ഞ് 4-ാം അധ്യായത്തിൽ ഇലസ്ട്രേഷൻ ആണ്, നമ്മളെ കാണിക്കുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ ഈ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയിരിക്കും. അതിന് പൗലോസ് അബ്രഹാമിനെയാണ് ഉദാഹരണമായി, സാദൃശ്യമായി നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണം എന്നത് പൗലോസ് അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ്. അബ്രഹാമിനെ അങ്ങനെ തെരഞ്ഞെടുത്തതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മതിപ്പുള്ള വ്യക്തിയാണ് യഹൂദന്മാരുടെ പിതാവ് അബ്രഹാം. അബ്രഹാമാണ് ആദ്യത്തെ യഹൂദൻ. അപ്പൊ അവരുടെ മനസ്സിൽ ഒരു സുപ്രീം എക്സാമ്പിൾ ഓഫ് എ റൈച്ചസ് പേഴ്സൺ, ദാറ്റ്സ് എബ്രഹാം. അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ അബ്രഹാം ദൈവസന്നിധിയിൽ അക്സെപ്റ്റഡ് ആയത് വിശ്വാസത്താലാണ്, പ്രവൃത്തിയാലല്ല എന്നുള്ളത് തെളിയിച്ചാൽ യഹൂദന്മാർക്ക് പിന്നെ ഒരു കൺഫ്യൂഷനുമില്ല. ഞങ്ങളുടെ പിതാവ് അങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഞങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് അങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാകും. കണ്ടോ, നിങ്ങൾക്കൊന്നും തോന്നിയില്ലല്ലോ ഇവിടെ പാട്ട് പാടുന്നുണ്ട് ആളുകൾ. ഓ, നല്ല പാട്ടായിരുന്നു. അതായത് വിശ്വാസത്താലുള്ള നീതിയാണ്. പാട്ടുപാടി നമ്മൾ ആരാധിക്കാം. പ്രൈസ് ഗോഡ്. ഓക്കെ, നമുക്ക് പാട്ട് വന്നു. സ്തോത്രം. സാരമില്ല, കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയില്ലല്ലോ, പാട്ടല്ലേ പാടിയത്. നമുക്കൊന്നും തോന്നിയില്ല, കരയാനും തോന്നിയില്ല, പാട്ട് പാടാനും തോന്നിയില്ല, ഒന്നും. കുഞ്ഞത്രയിലും ചെയ്തല്ലോ. സ്തോത്രം. ഓക്കെ. അപ്പൊ ഈ 4-ാമത്തെ അധ്യായം വാസ്തവത്തിൽ ഫങ്ഷൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞതുപോലെ അബ്രഹാമിനെ ഒരു ഉദാഹരണമായിട്ട് കാണിക്കുമ്പോൾ തന്നെ ഈ പൗലോസിന്റെ എഴുത്തുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അവരുടെ മനസ്സിൽ കയറി, അദ്ദേഹം നേരത്തെ ഒരു യഹൂദനായോണ്ട് അവരുടെ ആ ചിന്തകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, എങ്ങനെ ആയിരിക്കുമെന്നുള്ളത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇരിക്കുന്നത്, അവരെ പഠിപ്പിച്ചത്, ഈ അബ്രഹാം പിതാവ് നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലാണ്. അപ്പൊ ഈ ഉദാഹരണം എടുത്തുകൊണ്ട് പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണെന്ന് തെളിയിച്ചാൽ യഹൂദന് കറക്റ്റഡ് ആകും. വിശ്വാസത്താലുള്ള നീതീകരണത്തിന് കർത്താവിൽ വിശ്വസിക്കുവാൻ ഇടയായിത്തീരും. അതാണ് വാസ്തവത്തിൽ 4-ാം അധ്യായത്തിൽ പൗലോസ് ബന്ധപ്പെടുന്നത്. പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വാദിക്കുന്ന ഒരു വക്കീലിനെ പോലെ യഹൂദന്മാർക്ക് യാതൊരു നിലയിലും അല്പം പോലും സംശയം വരാതെ പൗലോസ് തെളിയിക്കുകയാണ് അബ്രഹാം വിശ്വാസത്താലാണ് രക്ഷപ്പെട്ടത് എന്ന്. അപ്പൊ നമ്മൾ ഇത് പ്രാരംഭമായിട്ട് കുറച്ച് പഠിച്ചതാണ്. അതുകൊണ്ട് അതുവഴി പോകുമ്പോൾ നിങ്ങൾക്കതൊന്ന് റിഫ്രഷ്ഡ് ആകാൻ ഇടയായിത്തീരും. ഇത് മാത്രമല്ല കേട്ടോ, വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അബ്രഹാമിലൂടെ കുറച്ച് കഴിയുമ്പോൾ ഞാനത് വിശദീകരിക്കാം. അല്ലേ വേണേ ഇപ്പൊ ഒരു സൂചന തരാം. അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നതിന് മുൻപാണ് നീതീകരിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ജാതികൾക്ക് രക്ഷയുണ്ട്, പരിച്ഛേദന ഏറ്റിട്ടല്ല. പക്ഷെ അബ്രഹാം പിന്നീട് താൻ നീതീകരിക്കപ്പെട്ടതിൻ്റെ സൂചനയായി പരിച്ഛേദന ഏറ്റു. അപ്പോൾ ഈ 4-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ പൗലോസിന് കൊണ്ടുവരുവാനുള്ളത്, ഈ രണ്ട് കൂട്ടരും, യഹൂദനും ജാതിയിൽപ്പെട്ടവനും
അവർക്ക് ഇടയിൽ there is no distinction in relation to salvation. രണ്ടുപേരും രക്ഷപ്പെടുന്നത് വിശ്വാസത്താലാണ്. മനസ്സിലായോ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. റോമാലേഖനത്തിലെ ഒരു പ്രധാന ഉദ്ദേശത്തിലൊന്ന് ജാതികളും യഹൂദനും തമ്മിലുള്ള ഐക്യതയാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. എന്താണ് 8 വാക്യങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം? അബ്രഹാം നീതീകരിക്കപ്പെട്ടത് സൽപ്രവർത്തികൾ കൊണ്ട് അല്ല. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. അതിനകത്ത് ഒരു പ്രവൃത്തിയുമില്ല. നമ്മളത് കഴിഞ്ഞ ആഴ്ച നോക്കിയതാണ്. പക്ഷെ ഈ ആഴ്ച ഞാൻ പെട്ടെന്ന് അതുവഴി ഒന്ന് പോവും, എങ്കിലേ ശരിയാകൂ. 9 മുതലുള്ള വാക്യങ്ങളിൽ 12 വരെ അബ്രഹാം യാതൊരു നിലയിലുമുള്ള മതപരമായ ആചാരങ്ങൾ കൊണ്ടല്ല നീതീകരിക്കപ്പെട്ടത്. ഫോർ എക്സാമ്പിൾ, സർക്കംസിഷൻ, പരിച്ഛേദന കൊണ്ടല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത്, വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് നിയമം പാലിച്ചല്ല. മോശ മുഖാന്തരമാണ് നിയമത്തെ ദൈവം യഹൂദന് കൊടുത്തത്. പക്ഷെ അബ്രഹാം അതിനൊക്കെ വളരെ മുമ്പാണ്, വർഷങ്ങൾക്കൊക്കെ മുമ്പാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അബ്രഹാമിനെ ദൈവം നീതീകരിച്ചത്. വിശ്വാസത്താലാണ്, ന്യായപ്രമാണം അനുസരിച്ചല്ല. 17 മുതൽ ഉള്ള വാക്യങ്ങളിൽ അബ്രഹാം കൃപയാൽ വിശ്വാസം മൂലമാണ് നീതീകരിക്കപ്പെട്ടത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത്. ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പറയണമെന്ന് ഓർത്തു. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ഉപദേശം അറിയാമെന്നത് കൊണ്ടും നീതീകരിക്കപ്പെടുന്നില്ല. ചിലർക്ക് വേണേൽ വാചാലമായിട്ട് അത് പറയാൻ, വിശ്വാസത്താലുള്ള നീതീകരണം പോയിന്റ് ബൈ പോയിന്റ് ഒക്കെ പറയും. That doesn't mean you are justified. You are justified by believing in the finished work of Jesus Christ. ഇത് വളരെ പ്രധാനപ്പെട്ടതാ. കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ ചെയ്തത് എന്താണെന്ന് ശരിക്കും മനസ്സിലായി. ചുമ്മാ അങ്ങ് യേശു മരിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, അതൊന്നും വിശ്വാസമല്ല, അതൊന്നും രക്ഷിക്കപ്പെട്ടതല്ല. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു എന്തു ചെയ്തു? യേശു ആരാണ്? അവിടുന്ന് എന്താണ് കാൽവറി ക്രൂശിൽ ചെയ്തത് എന്നത് ഞാൻ മനസ്സിലാക്കിയിട്ട് അതിൽ എൻ്റെ നിത്യതയ്ക്കായി, എൻ്റെ നീതീകരണത്തിനായി അർപ്പിക്കുന്ന ആശ്രയത്താലാണ് ദൈവം എന്നെ അംഗീകരിക്കുന്നത്. അല്ലാതെ കൈ സ്പീഡിൽ അടിച്ചാവൊന്നും ദൈവം അംഗീകരിക്കത്തില്ല. ഇത് വളരെ കെയർഫുൾ. മൈ ഹാർട്ട് ഗോസ് ഔട്ട് ടു ദ പെന്റക്കോസ്റ്റൽ പീപ്പിൾ. ഞാൻ ദുഃഖത്തോടെ, ഞാൻ പെന്തക്കോസ്തുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വളരെ ദുഃഖത്തോടെ പറയാം, നമുക്ക് ശരിക്കും ഡോക്ട്രിനൽ കാര്യങ്ങൾ വേണ്ട നിലയിൽ മനസ്സിലാക്കിയിട്ടില്ല പ്രിയമുള്ളവരെ. അത് ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, ആക്ഷേപിച്ച് പറയല്ല. അതികഠിനമായ എൻ്റെ ഹൃദയത്തിലെ തേങ്ങൽ വേദനയാണത്. ദൈവം ഒരുക്കുന്ന എല്ലാ ഇടങ്ങളിലും ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്, നമുക്കൊരു മാനസാന്തരവും മടങ്ങിവരവും വരണമെന്ന്. ചിലരതിനെ വിമർശനമായി കാണുന്നുണ്ടായിരിക്കാം. വിമർശനമല്ല, കാതലായ ഉപദേശ സത്യങ്ങൾ വേണ്ട നിലയിൽ ഗ്രഹിച്ചില്ലെങ്കിൽ നാം ചതിവിലാണ്. We may think we are saved when we are actually not saved. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്.
രക്ഷാനിർണയം വേണ്ട നിലയിൽ അനുഭവിക്കാതെ രക്ഷിക്കപ്പെട്ടു എന്ന ധാരണയിലാണെങ്കിൽ അവസാനം നമ്മൾ കൈവിടപ്പെട്ടു പോകും എന്നതാണ് യാഥാർത്ഥ്യം. ഇത് സംഭവിക്കാതിരിക്കാൻ വളരെ ജാഗ്രതയോടെ ദൈവവചനം പഠിക്കുക. ഞാൻ എൻ്റെ ഏതെങ്കിലും കുറെ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് എഴുതിക്കൂട്ടി ഉണ്ടാക്കി കൊണ്ടുവന്നതല്ല. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ്. ആത്മാവ് ആഗ്രഹിക്കുന്നു നമ്മൾ ഇത് മനസ്സിലാക്കണമെന്ന്, രക്ഷപ്പെടണമെന്ന്. നമ്മുടെ വിശ്വാസം ഒരു പാസ്റ്ററിലല്ല, ഒരു സംഘടനയിലല്ല, മറ്റ് ഒരു നല്ല പ്രവൃത്തിയിലുമല്ല, സ്നാനത്തിലല്ല, കർത്തൃമേശയല്ല. On Christ alone, what Jesus did for me. അവിടെയാണ് നമ്മെ ദൈവം നീതീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ just as if I have not sinned. കുറ്റവിമുക്തനാക്കുന്നത് വിശ്വാസത്താലാണ്. അതാണ് ഈ അബ്രഹാമിന്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് 4-ാം അധ്യായത്തിലെ പ്രധാന പ്രമേയം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊക്കെ അത് അംഗീകരിക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് വരും. കാരണം നമ്മൾ അങ്ങനെയല്ല ട്രെയിൻഡ് ആയിരിക്കുന്നത്. ഒക്കെ വിശ്വാസത്താൽ, വിശ്വാസവും സ്നാനവും, വിശ്വാസത്തോടൊന്നും കൂടുതലില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാത്രയിൽ യു ആർ ജസ്റ്റിഫൈഡ്. അങ്ങനെയുള്ളവർക്ക് ആവശ്യമാണ് സ്നാനം, കർത്തൃമേശ എന്നൊക്കെയുള്ള കാർമികമായ അനുഭവങ്ങൾ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അബ്രഹാമിനോട് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന കാര്യം ആണ് ദൈവത്തിന്റെ ഡീലിങ്സ് നമ്മൾ കാണുന്നത്. അത് ജാതികൾപ്പെട്ട ആളുകൾക്കും യഹൂദന്മാർക്കും അത് അപ്ലൈ ചെയ്യുന്ന ഒരു അനുഭവമാണ് നമ്മളവിടെ കാണുന്നത്. 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് ഓടിച്ചു പോകാം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയണ്ടു. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷോടെ വായിക്കാം. ഇന്ന് എല്ലാ വാക്യങ്ങളുടെയും ഇംഗ്ലീഷോടെ വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. എൻ്റെ ഒരു ചിന്തയിൽ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ എക്സ്പ്ലനേറ്ററിയാണ്. What then shall we say Abraham has found according to the flesh? എന്ന് പറഞ്ഞാൽ ചോദ്യം ഇതാണ്: അബ്രഹാം പ്രവർത്തിച്ച് അല്ലെങ്കിൽ സ്വാഭാവികമായി എന്ത് ചെയ്താണ് നീതീകരിക്കപ്പെട്ടത്? നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി താൻ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ചോദ്യത്തിന്റെ അർത്ഥം. അബ്രഹാം എന്താണ് ഡിസ്കവർ ചെയ്തത്? ദൈവവുമായി ഉള്ള ഒരു റൈറ്റ് റിലേഷൻഷിപ്പ് വരാൻ അബ്രഹാം എന്ത് പ്രവർത്തിച്ചു എന്നതാണ് ചോദ്യം. എന്താണ് അതിന്റെ മറുപടി? ആബ്സല്യൂട്ട്ലി നത്തിങ് ഓഫ് സ്പിരിച്വൽ വാല്യൂ. പ്രവർത്തിയാലല്ല. അതാണ് 2-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ അബ്രഹാം പ്രവർത്തിയാലല്ല, ദൈവത്തിന്റെ വാഗ്ദത്തത്തിലുള്ള വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത് എന്ന് നമ്മൾ കാണുന്നത്. 2-ാം വാക്യം, അബ്രഹാം പ്രവർത്തിയാൽ നീതീകരിക്കപ്പെട്ടു. ആ വാക്ക് കേട്ടോ, എങ്കിൽ എന്ന് പറഞ്ഞാൽ അബ്രഹാം പ്രവർത്തിയാൽ അല്ല നീതീകരിക്കപ്പെട്ടത്. ഇനി ആണെന്നങ്ങ് വെയ്യുന്നേ. എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. ഇഫ് ഇൻ ഫാക്ട് Abraham was justified by works, he had something to boast about, but not before God. എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനെ പ്രശംസിപ്പാൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കയറി ചെന്ന് രക്ഷിക്കപ്പെടാൻ എന്റെ കോൺട്രിബ്യൂഷനോട് ഉണ്ടെന്ന് അബ്രഹാമിന് തന്റെ ഇടത്തോടെ പറയാം.
പ്രവൃത്തിയാലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടതെങ്കിൽ അബ്രഹാമിന് സ്വന്ത കഴിവിൽ, നല്ല പ്രവൃത്തിയിൽ ബോസ്റ്റ് ചെയ്യാം. ഇതാണ് അവിടെ പറയുന്നത്. പക്ഷെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. there is no boasting, അല്ലേ? 3-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. അതുപോലെ എഫേസ്യ ലേഖനം 2:8-9 ഞാൻ ഇനിയും വായിക്കുന്നില്ല. കാരണം 2:8-9 എന്ന് പറയുമ്പോൾ മനപ്പാഠം നിങ്ങളുടെ ഉള്ളത്തിൽ വരേണ്ടതാ. കൃപയാൽ വിശ്വാസം മൂലമാണ് നാം രക്ഷിക്കപ്പെട്ടത്, അതിന് പ്രവൃത്തികൾ കാരണമല്ല. തീർത്തു പറഞ്ഞിരിക്കുകയല്ലേ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 13-14 വാക്യം. അതുകൊണ്ട് നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു, ഒരു മനുഷ്യനും പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുന്നില്ല, വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. ഇനി ഒരുവനങ്ങ് പ്രവൃത്തി കൊണ്ട്, അബ്രഹാം പ്രവൃത്തിയാൽ ആണെങ്കിൽ അബ്രഹാമിനെ ന്യായമായി ദൈവസന്നിധിയിൽ ചെന്ന് വീമ്പിളക്കാം, ബോസ്റ്റ് ചെയ്യാം. എന്നിട്ട് പൗലോസ് തന്നെ ആ കാര്യം ഷട്ട് ചെയ്യാണ്. ദൈവസന്നിധിയിൽ ഇല്ലതാനും. അതെന്താണ്? അബ്രഹാം പിതാവിന്റെ ഏറ്റവും മെച്ചപ്പെട്ട നല്ല പ്രവൃത്തിയും നിങ്ങൾ എന്നോട് പറ, ദൈവസന്നിധിയിൽ കറ പുരണ്ട തുണി പോലെ ഉള്ളൂ. മാത്രവുമല്ല, യെശയ്യാ പ്രവചനം 42:8 ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കയില്ല. നോ വൺ ക്യാൻ ബോസ്റ്റ് ബിഫോർ ഗോഡ്. ദൈവത്തിന്റെ മഹത്വം വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. സ്വർഗത്തിൽ ഒരുത്തനും ചെന്ന് ഞാൻ രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റ് ഓലോലെ കണ്ണുനീര് ഒഴിച്ച് അതുകൊണ്ട് ഞാൻ കയറി വന്നിരിക്കുകയെന്ന് അങ്ങോട്ടുമില്ല. No one is justified by works. Not because you prayed, not because you fasted, not because you are baptized. No, nothing. By faith alone, in Christ alone, by grace alone. ഭയങ്കര ഡിഫിക്കൽട്ടായി ഇത് മനസ്സിലാക്കാൻ. അതെന്താണ് ഞാൻ ചെറിയ കഴിയുമ്പോൾ പറയാം. നമ്മുടെ അകത്തങ്ങ് സംഗതി സിമ്പിളാ. പക്ഷെ ഈ സിമ്പിൾ കാര്യം വി റസൽ ഓൾ അവർ ലൈഫ്. അല്ല എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ടേ, എന്തെങ്കിലും ഇല്ലെന്നല്ലേ പറയുന്നേ. അത് യഹൂദനെ മനസ്സിലാക്കാൻ ഇപ്പൊ പോൾ ബന്ധപ്പെടുകയാണ്. I'll tell you something about Paul. ഇന്ന് നമ്മൾ പോളിനെ കുറിച്ച് കേട്ടു. He cared so much for the Jews. യഹൂദൻ എന്ന് പറഞ്ഞാൽ സാഹോദര്യ സ്നേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെന്നെ വളരെ ടച്ച് ചെയ്ത് റോമാലേഖനം 9-ാം അധ്യായത്തില് ഒന്ന് വായിച്ചു പെട്ടെന്ന്. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്കു വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കുമായിരുന്നു. എന്റെ പ്രിയരെ, സത്യമായിട്ട് നമ്മുടെ ഉള്ള കാര്യം പറയണം. ആ സമർപ്പണം നമുക്കാർക്കെങ്കിലും ഉണ്ടോ? അവര് രക്ഷപ്പെടാൻ ഞാൻ ശാപഗ്രസ്തനാകട്ടെ എന്ന്. What a man. He really loved the Jews. ഇതുകൊണ്ടായി ഓരോ കാര്യവും ആത്മനിറവിൽ ബന്ധപ്പെടുകയാണ്. ഒരു കാരണവശാലും അവരുടെ മനസ്സിൽ ഇതിനെക്കുറിച്ച് ഒരു സംശയം ഉണ്ടാകരുത്. കാരണം അവരുടെ മൈൻഡ് മുഴുവനും ട്യൂൺഡായിരിക്കുന്നത് അബ്രഹാം പിതാവ് നീതീകരിക്കപ്പെട്ടത് അത് ഒരു നല്ല മനുഷ്യനായിരുന്നു, നല്ല പ്രവൃത്തികൾ കൊണ്ടാണ്. അവർ വിചാരിച്ചിരുന്നത് കൽദേരുടെ പട്ടണമാകുന്ന ഊരിൽ നിന്ന് അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുക്കാൻ കാരണം അദ്ദേഹം ഏതാണ്ട് മെച്ചപ്പെട്ട ആളായിരുന്നുകൊണ്ടാണെന്ന്. അതൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിശദീകരിച്ചത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. He was a pagan idol worshipper. ജാതീയ മനുഷ്യൻ. ദൈവത്തിന്റെ സർവാധിപത്യമാണ് ആ മനുഷ്യനെ ദൈവം ഇങ്ങനെ തെരഞ്ഞെടുത്തു.
നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മളെ മെച്ചപ്പെട്ട ആളായിണ്ടെന്നോ? ഭയങ്കര മിടുക്കനായിരുന്നു, അതുകൊണ്ട് ദൈവം കടപ്പുറയിൽ നിന്ന് തെരഞ്ഞെടുത്താണോ? യു മസ്റ്റ് ബി എ ബിഗ് ഫൂൾ ടു തിങ്ക് ദാറ്റ് വേ. ദൈവത്തിന്റെ സർവാധിപത്യമാ. ദൈവത്തിന് കരുണ തോന്നി, ദൈവത്തിന്റെ കൃപ ഒഴുകി വന്നു. ഈ ഒരൊറ്റ കാര്യം ക്ലിക്ക് ചെയ്താൽ ഒരായുസ് മുഴുവനും ദൈവത്തെ ആരാധിക്കാം. അബ്രഹാം പ്രവർത്തിയാലല്ല, ദൈവസന്നിധിയിൽ ഇല്ല. ഒരു ബോസ്റ്റിങ്ങും ദൈവസന്നിധിയിൽ ഇല്ല. ആരും അവരുടെ സ്വന്തം മെറിറ്റിൽ അല്ല. ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. ദൈവം മുൻപാകെ പൊങ്ങച്ചമില്ല. സ്വർഗത്തിൽ പൊങ്ങന്മാരില്ല. എല്ലാവരും ഒറ്റ സാക്ഷ്യമേ ഉള്ളൂ. സിസ്റ്റർ സാക്ഷ്യം പറയാം, കൃപയാൽ. ബ്രദർ, വലിയ ബ്രദർ ഒന്ന് എഴുന്നേറ്റ് സാക്ഷ്യം പറയാം, കൃപയാൽ. സ്വർഗത്തിലെല്ലാം കൃപയാൽ. We are like trophies of God's grace in heaven. കേട്ടോ, ഒരു നിത്യത മുഴുവനും നമ്മള് ദൈവത്തിന്റെ കൃപ വർണ്ണിക്കുന്നവരാണ് ഈ വിശുദ്ധന്മാർ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ വന്നു, പ്രൈസ് ദി ലോർഡ്. എന്താ പാസ്റ്റർ പ്രസംഗിച്ചോണ്ടായിരിക്കും? ആബ്സല്യൂട്ട്ലി നോ. ഒരു പ്രവൃത്തിയാലുമല്ല. ഗ്രേസ്, അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗോഡ്. ഇത് നമ്മുടെ അകത്തങ്ങ് എഴുതണം. 3-ാം വാക്യം, പൗലോസ് ഈ കാര്യങ്ങൾ ചോദിച്ചിട്ട് വാതിൽ ഷട്ട് ഔട്ട് ചെയ്തിട്ട് അവരെ വചനത്തിലേക്ക് തിരിക്കുക. ദിസ് ഇസ് സംതിങ് ഐ ലവ് അബൌട്ട് പോൾ. എന്താണെന്നറിയോ? ഊഹാപോഹങ്ങളൊന്നുമല്ല, തിരുവെഴുത്തിലേക്ക് അവരെ കൊണ്ടുപോവുക. യഹൂദന് അത് നിഷേധിക്കാൻ ഒക്കത്തില്ല. ഹി റിവേർഡ് ദ വേർഡ് ഓഫ് ഗോഡ്. പഴയ നിയമം മുഴുവനും നല്ല തിട്ടമായിരുന്നു പോളിന്. ആ പഴയ നിയമ ഉദ്ധരണികൾ വെച്ച് യഹൂദന്മാർക്ക് തെളിവ് കൊടുക്കുകയാണ്. നമ്മുടെ പിതാവായ അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. 3-ാം വാക്യം തിരുവെഴുത്തെന്ന് പറയുന്നു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. What does scripture say? Abraham believed God and it was credited to him as righteousness. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. 3 വാക്കുകൾ അവിടെ എടുത്തു പറയാം. വിശ്വസിച്ചു, ബിലീവ്ഡ്. കണക്കിട്ടു, കൗണ്ടഡ് അല്ലെങ്കിൽ ക്രെഡിറ്റഡ്. 3 നീതിയായി, റൈച്ചസ്നെസ് അല്ലെങ്കിൽ ഇൻ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അല്ലാതെ പ്രവർത്തിയാൽ അല്ല. ഏതൊക്കെയോ നല്ല കാര്യങ്ങൾ അബ്രഹാം ചെയ്തത് കൊണ്ടല്ല. ദൈവത്തിന്റെ നീതി അബ്രഹാമിന്റെ അക്കൗണ്ടിലേക്ക് ദൈവം ഇട്ടത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, അതിന് ആമേൻ എന്ന് പറഞ്ഞു. ശരിക്കും എബ്രായ ഭാഷ പഠിച്ചാൽ അങ്ങനെയാണ്. He said amen. He believed God. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ഒരു സൽപ്രവർത്തികൾ കൊണ്ടാൽ അത് അവന് നീതിയായി കണക്കിട്ടു. 4-ാം വാക്യം, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പിന്നെ നോക്കിക്കേ, ആ വിഷയമാ. പ്രവർത്തിയാലാണോ വിശ്വാസത്താലോ? പോളിന്റെ വാദം, എടാ പ്രവർത്തിച്ചാണെങ്കിൽ അവിടെ ഗ്രേസ് ഇല്ല. Now to the one who works, wages are not credited as a gift but as an obligation. എന്റെ സൽപ്രവൃത്തിയാണ്, അതാണ് ഞാൻ മെറിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ കൃപയോ ദാനമോ ഒന്നുമില്ലല്ലോ. കാരണം ഞാൻ അറിയിക്കല്ലേ. അപ്പൊ അതിനൊക്കെ ഞാൻ ഉദാഹരണം കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നിട്ട് 5-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യം. ഞാനിത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു സന്ദേശമായിട്ടിട്ടു. 3 പേര് മാത്രം, ബാക്കിയുള്ളവർ ഇടയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ പറയാം. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത് ഇന്നും രാവിലെ ഇനിയും അതായിരിക്കും. എനിക്ക് അടുത്ത ആഴ്ച ഇതേ ഉള്ളൂ. മിക്കവാറും ഈ ഒരു വർഷം ഇത് തീരുന്നിടം വരെ ഇതേ ഉള്ളൂ പറയാൻ. ഇതാ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ല, പക്ഷെ ഞാൻ ഇന്ന് ആരാധിച്ച് വിടുതലെടുത്തു ബ്രദറെ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തോ. സ്തോത്രം.
രക്ഷിക്കപ്പെട്ടവനും നീതീകരിക്കപ്പെട്ടവനും കൈയടിച്ചൊക്കെ പാട്ട് പാടുന്നതിൽ കാര്യമുണ്ട്. ശരിക്കും ഞാൻ സ്നേഹത്തിൽ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളെ എല്ലാവരും എനിക്ക് വേണ്ട നിലയിൽ ഒരു പക്ഷെങ്കിൽ അറിയത്തില്ലായിരിക്കാം, പുതുതായിട്ടൊക്കെ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമ്മൾ ഈ രക്ഷിക്കപ്പെട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിട സ്ഥലത്ത് ചെന്നു, അവിടുത്തെ അനുഭവങ്ങളും ടീച്ചിങ്ങുമാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി ഫോം ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പോഴും ഇങ്ങനെ തോന്നണം, മെഴ്സഡീസ് 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 പോലെയുള്ള ചില വാഹനങ്ങളും അതിൻ്റെതായിട്ടുള്ള നിലകളും നിലവാരങ്ങളും വരുന്നു 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 നിന്റെ വീട്ടില്, പിന്നെ ഔത്തലാണ്. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഇരിക്കുന്നത് ഇതൊരു 2 എണ്ണം കേട്ടില്ലെങ്കിൽ എന്താ, ഇവിടെ ഒരു ഇതില്ല. എവിടുന്നൊരു കുടുംബം പോയി, എന്താണെന്നറിയാമോ പാസ്റ്റർ, ഇവിടെ ഒരു ദൂതില്ല. എന്താണ് ഞാൻ എന്നാ ദൂത് വേണം? അല്ല ഇങ്ങനെ വല്ല മേഴ്സഡീസിൽ ഒരു സ്കോഡായാലും വരുന്ന ഒരു എന്തിലും വേണ്ടേ? തലമുറയുടെ ചില നന്മകളും അതിന്റെ നിലകളും നിലവാരങ്ങളും അല്ലേ? അപ്പൊ അതൊരു ഫോർമാറ്റാ. വേറെ ഒരു ഫോർമാറ്റ് ഇതിനും പറയാൻ നേരമില്ല, ദൈവവചനവും പറയാൻ നേരമില്ല. ആരാധിച്ച് കുളിച്ച് വേർത്ത് അവസാനം എന്താണ്? സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് വചന ശുശ്രൂഷയ്ക്ക് തീരെ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലൊക്കെ. ഇങ്ങനെ എത്ര ആഴ്ചയായി? അപ്പൊ നമ്മുടെ ഉള്ളിലെ ആത്മീകത ഫോർംഡ് ആയത് അതാ. പരിശുദ്ധാത്മാവ് ഈ പുസ്തകത്തിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന വേറെ വിഷയങ്ങളാ. ബൈബിൾ അറിയാതെ എന്തോ ആരാധന, ബൈബിൾ അറിയാതെ ഹൗ ക്യാൻ യു വർഷിപ്പ് ഗോഡ്, ദ ലിവിംഗ് ഗോഡ്? ഹൗ ക്യാൻ യു നോ or receive salvation without the word? പെന്തക്കോസ്തിൽ നിന്ന് ഇത് വിട്ടുപോയി. The teaching of the word of God. ഇത് ദണ്ണത്തോടെ വേദനയോടെ പറയുക. അതുകൊണ്ട് പലയിടങ്ങളിൽ പോയി പല ഫോർമാറ്റിലായവർക്ക് നമ്മളൊരു കമ്പ്യൂട്ടർ ഭാഷ പറയുമല്ലോ, എന്താ മോളെ? ഡിലീറ്റ്, വേറെ ഒരു സംഭവം എന്നാ, അത് എന്നെ ഫോർമാറ്റ് ചെയ്യുന്നത് എന്താ മോനെ പറയുന്നത്? അങ്ങനെ കണ്ടു സംഭവം ഇല്ലേ? ഉറക്കെ പറ. റീസെറ്റ്. അവരൊക്കെ കമ്പ്യൂട്ടറുകാരാ. അതൊക്കെ ചെയ്തേ നോക്കൂ. കാരണം അല്ലെങ്കിൽ ചിലരുടെ വാക്കുകളെ ഞാൻ കടമെടുക്കുക, നാം വേറൊരു മണ്ഡലത്തിൽ നിൽക്കും. യഥാർത്ഥ മണ്ഡലം ഇതറിയത്തില്ലെങ്കിൽ നമ്മളിങ്ങനെ വേറെ മണ്ഡലത്തിൽ മേഴ്സഡീസും സ്കോഡായും ഒക്കെ ആയിട്ട് നിൽക്കും. അതൊട്ട് കിട്ടത്തുമില്ല, ഇതൊട്ട് പ്രാപിക്കത്തുമില്ല. കർത്താവിന്റെ വരവെങ്കിൽ പ്രശ്നമായി മാറും. 4-ാം വാക്യം കഴിഞ്ഞ് 5-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാന്നേ. ഏതാ ഉറങ്ങുന്ന അമ്മാമ്മ? 5-ാം വാക്യം, പ്രവർത്തിക്കാത്തവൻ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഇത് എങ്ങനെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ ഇംഗ്ലീഷിലൂടെ വായിച്ചിട്ട് നമുക്ക് സ്ലോ. However, to the one who does not work but trust God. 4-ാം വാക്യത്തിൽ പറഞ്ഞ എന്താ? വർക്ക് ചെയ്താൽ അവന് വേജസ് കിട്ടും. അവിടെ ദാനവും കൃപയും ഒന്നുമില്ല. ഞാൻ ജോലി ചെയ്തു, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു, ആരുടെ ഔദാര്യം വേണ്ട. ഇവിടെ പറയുന്നത് however, to the one who does not work but trust God who justifies the ungodly. എന്ന് പറഞ്ഞാൽ അഭക്തരെ ദൈവം നീതീകരിക്കുമെന്ന് ഒരുവൻ വിശ്വസിച്ചാൽ, അവൻ ഒരു പണി, രക്ഷയുടെ കാര്യത്തിൽ അവൻ ഒരു സൽപ്രവൃത്തിയും ചെയ്യാതെ അഭക്തരെ നീതീകരിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പൊ അവൻ വിശ്വസിക്കണം, ഞാൻ ഒരു അഭക്തനാണ്, എൻ്റെ നല്ല പ്രവൃത്തി കൊണ്ട് ഞാൻ ഒരു പൊങ്ങനായിട്ട് ദൈവസന്നിധിയിൽ വരികയല്ല. ഐ ആം ആൻ അൺഗോഡ്ലി പേഴ്സൺ. ദൈവത്തിന്റെ റൈച്ചസ്നെസ്സിന്റെ മുൻപിൽ, ദൈവത്തിന്റെ നീതിയുടെ മുൻപിൽ ഞാൻ അഭക്തനാണ്. ഐ ആം എ വിക്കഡ് പേഴ്സൺ, ഇറവറന്റ് പേഴ്സൺ. ഇതാണ് രക്ഷിക്കപ്പെടുന്നത്. ഞാനൊരു അങ്ങനെ അറിയപ്പെട്ട പാപമൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ഞാനൊരു മര്യാദ പാപി എന്നേ ഉള്ളൂ. വാട്ട് ആർ യു ടോക്കിംഗ്?
പ്രവാചകൻ പോലും വന്നപ്പോ പറഞ്ഞതാ, നീ നടുത്തൂണാണെന്നു. ആ ഭക്തരെയാണ് നീതീകരിക്കുന്നത്, ഭക്തിയുള്ളവരെ അല്ല. ഹാവ് യു ഹേർഡ് ദിസ് ഗോസ്പൽ? അതെന്താ ഭക്തിയുള്ളവരെ അല്ലെന്ന് പറയാൻ കാരണം? അങ്ങനെ ഒരാള് ലോകത്തിലില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. There is no godly person in the eyes of God. Everyone is ungodly. പക്ഷേ സുവിശേഷം ഇതാണ്, അൺഗോഡ്ലി ആളിനെ God justifies. അല്ലേ ഞാൻ ഔട്ടാണ് പ്രിയമുള്ളവര്. However, to the one who does not work but trusts God, who justifies the ungodly, their faith is credited as righteousness. മലയാളത്തിൽ വായിക്കാം, പ്രവർത്തിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തി കൊണ്ട് ഞാൻ നീതീകരിക്കപ്പെടും, അത് ചെയ്യാം ഇത് ചെയ്യാം. പ്രവർത്തിക്കാത്തവൻ എങ്കിലും ആ ഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടും. ആരുടെ വിശ്വാസം നീതിയായി കണക്കിടും? ആ ഭക്തനെ നീതീകരിക്കുന്ന ദൈവം. ഓ, എനിക്ക് ഇപ്പൊ തന്നെ ഒരു പാട്ട് പാടി അങ്ങ് സ്തോത്രം ചെയ്യാനുണ്ട്. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ഒരു ദൂത് പറയാം. നിങ്ങളുടെ രക്ഷിക്കപ്പെട്ടവരോടാണ് ഞാൻ പറയുന്നത്. രക്ഷിക്കപ്പെടാത്തവരുമുണ്ട്, ഓൺലൈനിൽ രക്ഷിക്കപ്പെട്ടവരുണ്ട്, പെടാത്തവരുണ്ട്. രക്ഷിക്കപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ പിശാച് കൊണ്ടിടും, നീ അങ്ങനെ രക്ഷിക്കപ്പെട്ടൊന്നുമില്ല, നിന്റെ അങ്ങനെ വലിയ വലിയ പാപങ്ങളൊന്നും ദൈവം അതൊന്നും ക്ഷമിച്ചിട്ട് ഒന്നുമില്ല. കണ്ടോ, ഇന്നലെ നീ അങ്ങനെയൊക്കെ നിന്റെ ജീവിതത്തിൽ വന്നു, ഇന്നലെ നീ ഇത് ചിന്തിച്ചില്ല. ഇങ്ങനെയൊക്കെ ഉള്ള നിന്നെ ബന്ധിക്കുവാനുള്ള നിന്റെ മനസ്സിൽ ചിന്തകൾ പിശാച് കൊണ്ടിടുമ്പോൾ ഈ വാക്യം നിന്റെ മനസ്സിൽ വരണം. ആ ഭക്തരെ നീതീകരിക്കുന്ന ദൈവത്തിൽ ഞാൻ അർപ്പിച്ച ആശ്രയത്താൽ ദൈവം എന്നെ നീതീകരിച്ചു. He has justified me. Hallelujah. പ്രവൃത്തിയാലാണോ? Absolutely no. പിന്നെ എങ്ങനെയാണ്? I recognized that I am an ungodly person and I trusted God who justifies ungodly people. എന്തൊരു സുവിശേഷമായത്! ലിബറേറ്റിംഗ് ഗോസ്പൽ. ഇത് പറയുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാനൊരല്പം വിശദീകരണം തരാൻ താല്പര്യപ്പെടുകയാണ്, കഴിഞ്ഞ ആഴ്ച പറയാത്തത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ 1 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം ഞാൻ ഇട്ടു. അതിനുള്ള ബന്ധത്തിലാണ് ഞാനൊരു ചെറിയ വോയിസ് മെസ്സേജ് വിട്ടത്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇത് പറയുന്നത് പോളാണ്. പോൾ ഒരു നിസ്സാര ആളല്ല. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ മോളൊന്ന് വായിക്കണം. പോൾ ഒരു സാധാരണക്കാരനല്ല. നിയമത്തിന്റെ മുൻപിൽ അനന്യനെന്ന് സാക്ഷ്യം പറഞ്ഞ മനുഷ്യനാണ് പോൾ. ഒന്ന് വായിക്കാമോ? അദ്ദേഹത്തിന്റെ പാരമ്പര്യം ശ്രദ്ധിക്ക്, അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ശ്രദ്ധിക്ക്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യം. ഇത് വിശ്വാസത്തിലേക്ക് പൗലോസ് വരുന്നതിന് മുമ്പ് അദ്ദേഹം ചിന്തിച്ചത്, God has accepted me because of my work. പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പറയുകയാണ്, പാപികളിൽ ഏറ്റവും പ്രധാനി ഞാനാണ്. Come on, Paul. How did he come to this realization? ഒന്ന് വായിക്കാമോ മോളെ? മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ,
ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. നേരത്തെ he thought he is righteous by his works. Then he understood true righteousness is credited by faith in Christ. ഈ റിയലൈസേഷനിലാണ് അദ്ദേഹം പറയുന്നത്, പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ബോധ്യമായി, ഒരു കാലഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചത് ഞാൻ വലിയ ഭക്തനാണെന്ന്. നോ, ഞാൻ അഭക്തനാണ്. I am a damned sinner. നേരെ ചൊവ്വേ ലോകത്തിൽ സാക്ഷ്യത്തോടെ ജീവിച്ച മനുഷ്യൻ. അദ്ദേഹം ഫരീസയനായിരുന്നു. ഞാൻ അല്പം കൂടെ കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ച് 2 കാര്യം പറയാം. ഫരീസൻ എന്ന നിലയിൽ അദ്ദേഹം കാണിച്ച നീതിപ്രവൃത്തി മുഴുവനും മനുഷ്യര് കൈയടിച്ചു. ഇത് മുഴുവൻ ബാഹ്യമായിരുന്നു, അകം പൊള്ളയായിരുന്നു. സാലിമേ, ഇപ്പോൾ 1 തിമോത്തിയോസ് 1:15 സ്തോത്രം. ഒരു കാര്യം വളരെ അത്ഭുതകരമായി ഞാനിപ്പോ അങ്ങ് പറയാ കേട്ടോ. ആർക്കും ഒന്നും തോന്നരുതേ. തോന്നുമോ? രാത്രിയിൽ ഉറക്കമില്ലാത്തവരും ഇവിടെ വരുമ്പോൾ ഉറങ്ങുന്നുണ്ട്. അതൊരു വിടുതലാണ്. പുറയിലൊക്കെ ആരാണ്ട് ഗ്ലോറി പറയുന്നു. കൊള്ളാം, സ്തോത്രം. നിങ്ങളിപ്പം ചിലരുടെ വിഷമവും ഭാരവും ഇതൊക്കെ ആയിരുന്നു. പിന്നെ ചിലരോടൊക്കെ ഞാൻ വ്യക്തിപരമായി പറയും ഭയങ്കര ഗുളികളൊക്കെ കഴിക്കുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു മടുപ്പാണ്. എന്താവാന്നേലും എനിക്കങ്ങ് ആവേശമാണ്. 12:30 നിർത്തണം നമുക്ക്, പക്ഷെ എനിക്കിത് ആവേശമാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പിന്നെ എനിക്കൊരു സന്തോഷമുണ്ടായി. ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത് സംബന്ധിച്ച കാര്യം ഇട്ടപ്പോൾ നമ്മുടെ യൗവനക്കാരുത്തികൾ പലതും, പിന്നെ യൗവനക്കാര് ഒരാൾ റോബിൻ, നമ്മുടെ സഹോദരൻ, എനിക്ക് വ്യക്തിപരമായി അദ്ദേഹം അയച്ചു. അദ്ദേഹം ഒരു യൗവനക്കാരനാണ്, UK അദ്ദേഹം പോയി, എന്നാൽ വ്യക്തിപരമായി എന്നെ അയച്ചു. അവർക്ക് ഇതിൻ്റെ ആ ദൂത് അവർ ക്യാപ്ചർ ചെയ്തു എന്ന് മനസ്സിലാക്കിയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. ഇതുപോലെ തന്നെയാണ് പൗലോസ്. നമ്മൾ പൗലോസിന്റെ കാര്യമാണ്. ഈ റോമാലേഖനം എഴുതിയ അപ്പോസ്തോലന് താൻ ഒരു അഭക്തനാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് അഭക്തരെ നീതീകരിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് യഥാർത്ഥ ക്രിസ്തുവിന്റെ നീതി തനിക്ക് ക്രെഡിറ്റ് ആകുന്നത്. പൂർവകാലത്ത് ഞാൻ ചിന്തിച്ചത് എന്താണ്? തനിക്ക് യാതൊരു കുഴപ്പമില്ലെന്നും ദൈവം തന്നെ അംഗീകരിക്കുന്നെന്നാണ്. കർത്താവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മനസ്സിലായി ദൈവം തന്നെ അംഗീകരിക്കുന്നില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ദൈവത്തിന്റെ അംഗീകാരം കിട്ടിയത്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പൗലോസിനെക്കാട്ടിൽ ഇവിടെ ഇരിക്കുന്ന ആരും ഒന്നും കൂടുതൽ സൽപ്രവൃത്തി ചെയ്യാനില്ല. തൻ്റെ ഇടത്തോടെ പറയുന്നതല്ലേ, ന്യായപ്രമാണ നിമിത്തം അനിന്യൻ. ആർക്കൊണ്ട് ഈ ചങ്കൂറ്റം പറയാൻ?
എന്നിട്ട് തൻ്റെ ആ വംശാവലിയും പാരമ്പര്യവും ഒക്കെ കണ്ടിട്ടുണ്ടോ? പക്ക യഹൂദൻ, ഫാരിസി. ആ മനുഷ്യൻ പറയാൻ, നോ, we are justified by faith. You see that? എന്നിട്ട് 1 തിമോഥെയോസ് 1:13 അദ്ദേഹം ചെയ്ത കുറെ പാപം ഒക്കെ പറയുന്നുണ്ട്. ആ അൺഗോഡ്ലി എന്ന നിലയിലുള്ള ഒരു വിശദീകരണം കൂടിയാണ്. മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. പക്ഷെ ഇതെല്ലാം ആവേശത്തിൽ ചെയ്യുക കേട്ടോ. ഇതെല്ലാം പൂർവ്വകാലത്ത് താൻ ചിന്തിച്ചിരുന്നത് ആത്മീയതയുടെ കൂടുതൽ കൊണ്ടാന്നാ. ക്രിസ്തുവിനെ കണ്ടപ്പോഴാണ് ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായത്. എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തത് കൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. അപ്പൊ ഞാനിപ്പോ 2 ഉദാഹരണം പറഞ്ഞു, ഈ 5-ാം വാക്യത്തെ ആസ്പദമാക്കിയ. ഒന്ന്, അബ്രഹാം പ്രവൃത്തിയാലല്ല, ബൈ ഫെയ്ത്ത്. പ്രവൃത്തിയാലാണെങ്കിൽ ഗിഫ്റ്റ് അല്ല, അർഹിക്കുന്നത് കൊടുക്കണം. അങ്ങനെ ഒരാൾക്ക് കൊടുക്കുകയാണ് ആണെന്ന് ഇരിക്കട്ടെ, അങ്ങനെ ഒരാളില്ല, അയാൾക്ക് ദൈവസന്നിധിയിൽ ബോസ്റ്റ് ചെയ്യാനൊക്കും. ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. ദൈവം അവിടുത്തെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്നവനല്ല. അങ്ങനെ ലോകത്തിൽ ഒരു മനുഷ്യനും, കേവല മനുഷ്യൻ, ന്യായപ്രമാണം എല്ലാം കൂടെ അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. They have to trust in Christ. ഇനിയും അടുത്ത ഒരു ഉദാഹരണം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ യഹൂദൻ നിങ്ങളുടെ മനസ്സിൽ വരണം. ആ യഹൂദ മതത്തിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ശാസ്ത്രിമാരും ഫരീസേരുമാണ്. അവർക്ക് ദൈവവചനം നന്നായി അറിയാവുന്നവരാണ്. ഇൻഫാക്ട് ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ ഒരു ചുരുളിൽ നിന്ന് മറ്റു ചുരുളിലേക്ക് ദൈവത്തിന്റെ വചനം പകർത്തി എഴുതുന്നവരാണ്. അങ്ങനെ പകർത്തി എഴുതിയുള്ള പരിചയം കൊണ്ട് പിൻകാലങ്ങളിൽ ദൈവവചനം വ്യാഖ്യാനിക്കുന്നവരായി മാറി. ഇവരെ കുറിച്ചാണ് മത്തായി 23 7 തവണ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, woe unto you scribes and Pharisees, നിങ്ങൾക്ക് കഷ്ടം, വെള്ള തേച്ച ശവക്കല്ലറകൾ, you brood of vipers. എന്നിട്ട് തീർത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. ഒരു ഭയങ്കര റാഡിക്കൽ സ്റ്റേറ്റ്മെന്റ് അത്. നമുക്കിവിടെ ഇരുന്നിട്ടൊന്നും തോന്നിയില്ല. ആ കാലഘട്ടത്തിൽ കർത്താവ് അത് പറയുമ്പോൾ കേൾവിക്കാര് ഷോക്ക് നിമിത്തം താഴെ വീഴും ചിലപ്പോൾ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ശാസ്ത്രിമാരും പരീശരും സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. വാട്ട് ഈസ് ജീസസ് സേയിങ്? ആരോടാ ഇത് പറയുന്നത്? മത്തായി 5:3 കർത്താവ് ശിഷ്യന്മാരോടാ പറയുന്നത്. മത്തായി 7:28 രക്ഷിക്കപ്പെടാത്ത പുരുഷന്മാരോടും അവരുടെ കേൾവിയിലാണ് ഇത് പറയുന്നത്. ആ കാലഘട്ടത്തിലെ ദൈവവചനം അറിയാമെന്ന് അഭിമാനിക്കുന്ന മത നേതൃത്വത്തോട് പറയുകയാണ്, സ്വർഗത്തിൽ നിങ്ങൾ പോകത്തില്ലെന്ന്. വാട്ട് ഈസ് ദ റീസൺ? അവിടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ നീതി, അതായത് ശിഷ്യന്മാരോട് പറയാ, ശിഷ്യന്മാരെ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്രിമാരുടെയും പരീശരുടെയും നീതിയെ കാണണമെങ്കിൽ മത്തായി 23:28 അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരെ. അകത്തൊന്ന് പുറത്ത് വേറൊന്ന്. പുറത്ത് ആളുകളെ ഇംപ്രസ് ചെയ്യുന്ന ആത്മീയത ഉണ്ടായിരുന്നു, അകത്ത് അങ്ങനെ അല്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, യു ഗോ ടു ഹെൽ. ഷോക്കിംഗ്. അന്നത്തെ പണ്ഡിതന്മാർ they go to hell. ശിഷ്യന്മാരോട് പറയാ, കവിയണം, കവിയുന്ന നീതി. അതെന്താണ്? മത്തായി 5:21 മുതൽ നമുക്കൊരു നല്ല ഉദാഹരണമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കുല ചെയ്യരുതെന്ന്. അവർ കേട്ടിട്ടുണ്ട്, 10 കൽപ്പനയിലെ 6ാമത്തെ കൽപ്പനയാ. അപ്പൊ അവരുടെ നീതി ഇതാ, ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല, തല്ലിക്കൊന്നിട്ടില്ല, കുത്തിക്കൊന്നിട്ടില്ല. അയ്യോ, ഞാനും എൻ്റെ മക്കളും പിതാക്കന്മാരും ഒന്നും ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. കർത്താവ് പറയാ, എന്നാ നീ നരകത്തിൽ പോകുന്നു. എന്താ അപ്പൊ കർത്താവ് ഉദ്ദേശിക്കുന്ന നീതി? അകത്ത് പക പോലും വരുതെന്നുള്ളതാണ്.
സഹോദരൻ നിസാര എന്നുണ്ടല്ലേ, അവനോട് കോപിക്കരുത്, പക വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കരുത്, ഇങ്ങനെയുള്ള കാര്യം. അതാണ് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്. ഇതാണ് ശിഷ്യനിൽ വരേണ്ടത്. ഫരീസയൻ ചിന്തിച്ചത് ഈ നല്ല പ്രവൃത്തി, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് ദൈവം എന്നെ അംഗീകരിക്കുന്നു. ദൈവത്തിന്റെ പുത്രനായ കർത്താവ് ഹൃദയങ്ങളെ കണ്ടുകൊണ്ട് പറയാണ്, സ്വർഗത്തിൽ പോകില്ല. നിങ്ങൾ ഇടുക്കുവാതിലൂടെ പോകുന്നവരല്ല, നിങ്ങൾ പെരുവഴിയിലൂടെ നടക്കുന്നവരാണ്. നിങ്ങളുടെ അവസാനം നാശമാണ്. അകത്ത് നീതി വരണം. യോ, അതെങ്ങനെ ഈ അകത്ത് നീതി വരുന്നത്? ഹൃദയം മാറണം. അതെങ്ങനെയാ? ഇത് വായിക്കാമെങ്കിൽ മോളെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നിർത്തി വായിക്കണം. 3-ാം വാക്യം. ഇതിനെ താക്കോൽ കാര്യം പറഞ്ഞു തരാം. ദൈവരാജ്യത്തിൽ എങ്ങനെയാ പ്രവേശിക്കുന്നതെന്ന്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദൈവ മുൻപാകെ നിൽക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലേ. നിങ്ങളുടെ വീട്ടിൽ ഭിക്ഷയാചിച്ച് വരുന്നവന് വല്ലോം പൊങ്ങച്ചം പറയാനുണ്ടോ? അമ്മാ തരണേ വല്ലോ. ഇതുപോലെ ദൈവ മുൻപാകെ നിൽക്കാൻ ഒന്നും പറയാനില്ലാതെ ഭിക്ഷാടനം നടത്തുന്ന ഒരു മനുഷ്യനെ പോലെ ആത്മീകമായി ദൈവത്തോട് നീതിക്കായി അപേക്ഷിക്കുക. I have nothing to say. I am poor in spirit. ആ ആളിൽ വരേണ്ടതാണ് അടുത്തത്. എന്താണ്? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. എന്താണ് എന്നെ ദുഃഖത്തിൽ? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, മോന്റെ വിസയുടെ കെട്ടുപൊട്ടാൻ. ഇതല്ല ദുഃഖം. ആത്മാവിൽ ഞാൻ ദരിദ്രനാണെന്നുള്ള തിരിച്ചറിവെന്നെ ആഴമേറിയ ദുഃഖത്തിലേക്ക് നയിച്ചു. അയ്യോ, എനിക്ക് ദൈവത്തോടുള്ള ബന്ധമില്ല. I am not in a right relationship with God. I cannot contribute anything towards my salvation. ഈ യാഥാർത്ഥ്യം എന്നെ തീവ്ര ദുഃഖത്തിലേക്ക് നയിച്ചു. അവർക്കാണ് ആശ്വാസം. എന്നിട്ട് അടുത്ത 3-ാമത്തേത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ ആത്മാവിലെ ദാരിദ്ര്യം തീവ്ര ദുഃഖത്തിലേക്ക് നയിച്ചു. തീവ്ര ദുഃഖത്തിൽ നിന്ന് സൗമ്യതയോടെ അവിടുന്ന് എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറാകുന്ന മനോഭാവം. എന്നിട്ടൊരു കാര്യോട് എഴുതിയിരിക്കാം. 4-ാമത്തെ കാര്യം എന്താണ്? നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കണ്ടോ? ഈ വിശന്ന് ദാഹിക്കുക എന്നുള്ളത് യോഹന്നാൻ 6:33 വരണം. 33-34 വാക്യത്തിലുണ്ട്. ഇറ്റ് മീൻസ് ടു ബിലീവ് ഇൻ ക്രൈസ്റ്റ്. ഒന്ന് വായിക്കാമോ? 6-ാം അധ്യായം. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരയണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവനെ വിശക്കയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. വിശക്കുക, ദാഹിക്കുക. Believe by coming to Jesus. Believe in Jesus. അവിടെയാണ് നീതി. കവിഞ്ഞൊഴുകുന്ന നീതി എങ്ങനെ കിട്ടും? അകമെങ്ങനെ മാറ്റപ്പെടും? I am ungodly. എനിക്ക് ദൈവം മുൻപാകെ എൻ്റെ പാരമ്പര്യം കൊണ്ടോ നല്ല കാര്യം കൊണ്ടോ ഒന്നും ഒന്നിക്കാൻ ഒക്കത്തില്ല. ഇതെന്നെ തീവ്ര ദുഃഖത്തിലേക്ക്, എനിക്ക് മാനസാന്തരം ഉണ്ടാകുക. സൗമ്യതയോടെ വന്ന് വിശക്കുകയും ദാഹിക്കുക. എന്തിന്? നീതിക്ക് വേണ്ടി. ഫരീസനെ ശാസ്ത്രിക്ക് പറ്റിയത് ഇവനെ ജാടയാണ്. ഞാൻ എന്തൊരു വലിയ സംഭവമാണ്. ഗ്രീക്ക് പറയണോ ഹീബ്രു പറയണോ, ഞാനൊരു സംഭവമാണ്. ആഴ്ചയിൽ 2 തവണ ഞാൻ ഉപവസിക്കുന്നുണ്ട്, സമയാസമയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കൃത്യം ദശാംശം കൊടുക്കുന്നുണ്ട്. ദശാംശം ഒന്നും സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല.
ഞങ്ങൾ ഒത്തിരി കൊടുക്കുന്നവരാ. അന്നേ നല്ലതാ. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വല്ലതും കിട്ടും, റിവാർഡ്സ്. അത് നിമിത്തമല്ല നീതീകരണം. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താല. പൗലോസ് നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താല. ശാസ്ത്രിമാരും ഫരീസന്മാരും നീതീകരിക്കപ്പെടേണ്ടിയിരുന്നത് വിശ്വാസത്താല. അതിന്റെ ഉത്തമ ഉദാഹരണം പൗലോസ് തന്നെയാ. ഹി വാസ് എ ഫാരിസി. എന്നാൽ കർത്താവിന്റെ ശുശ്രൂഷ അവർക്ക് പ്രയോജനകരമാകാതെ വന്നത് അവരുടെ ഗുഡ് വർക്ക്സാ. എല്ലാം നല്ല കാര്യമാണ്. എല്ലാ ശബത്തിലും പള്ളിയിൽ പോവും, നിയമം അനുസരിച്ച് ജീവിക്കാൻ ബന്ധപ്പെടുക, ഇതൊക്കെ നല്ല കാര്യമല്ലേ? നല്ല കാര്യമാ. പക്ഷെ ദൈവം അംഗീകരിക്കണമെങ്കിൽ there is only one way. It is through Jesus Christ. No other way. ഇത് നമ്മുടെ അകത്തിടിച്ചിടിച്ചിടിച്ച് കയറണം. No other way. See the beauty of the gospel. ഇതാണ് വേദപുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന glorious gospel, the wonderful gospel. ഇതാണ് ഭാരതം മുഴുവനും അറിയേണ്ടത്. മതത്തിൽ ചേരുന്നതല്ല, പെന്തിക്കോസിൽ ചേരുന്നതല്ല, മതം മാറുന്നതല്ല. ചിലർക്ക് ഉടനെ പേര് മാറണം. എന്താ പേര്? ഇന്നതാ പേര്. ഇപ്പൊ ആരാ? പോളെന്നായി പേര്. പോളെന്ന് പേരിട്ടാലോ മാത്യു എന്ന് പേരിട്ടാലോ വല്ലതും രക്ഷിക്കപ്പെടുമോ? It is by trusting in Jesus Christ. ജീസസിന്റെ റൈച്ചസ്നസ് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും ദൈവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം മുൻപാകെ വരുമ്പോൾ അക്കൗണ്ട് സീറോ, ഒന്നുമില്ല, സീറോ. ഇതിനകത്തോട്ട് ക്രെഡിറ്റ് ആകണം. ക്രെഡിറ്റ് ആണെങ്കിൽ ഐ സിംപ്ലി ട്രസ്റ്റ് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, 5-ാം വാക്യമായിരുന്നു ഞാൻ പറഞ്ഞത്. 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ച 6-ാം വാക്യം കൂടെ ഒന്ന് വായിച്ച ഐ വിൽ സ്റ്റോപ്പ്. ഞാൻ ഓർത്തത് 8 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. 9 മുതലുള്ള വാക്യങ്ങൾ ഇന്ന് വേണ്ട, നമുക്ക് അടുത്ത ആഴ്ച മതി. ഓക്കെ മോളെ, പെട്ടെന്ന് 5-ാം വാക്യം ഒന്നുകൂടെ. എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഓർത്തോണം, ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേര് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സൂപ്പർ അഭക്തരൻ ആൻഡ് ഗോഡ് വിക്കഡ്. അങ്ങനൊന്നുമല്ല. ഞാൻ വലിയ കുടുംബത്തിലെയാ. വിക്കഡ് ഫെലോ. കൃപയാലാണ് രക്ഷ. ഒരു പൊങ്ങനും ഈ സഭയിൽ ഉണ്ടാകരുത്. ഓക്കെ, മുന്നോട്ട് പോവാം. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. 6-ാം വാക്യം അത്. This is what David meant when he spoke of the happiness of the person whom God accepts as righteous apart from anything that person does. അപ്പൊ പോളിന്റെ കൂടെ ഡേവിഡ് നിൽക്കുക. അബ്രഹാമിന്റെ വിഷയത്തിൽ പോള് ഡേവിഡിന്റെ സങ്കീർത്തനം 32-ന്റെ 1-2 വാക്യങ്ങൾ ഉപയോഗിച്ച് അതിനെ പിന്താങ്ങുക. ദാവീദും സങ്കീർത്തനത്തിലൂടെ പറയുന്നത് ഇതാണ്: ദൈവം നീതീകരിക്കുന്ന മനുഷ്യന്റെ ഭാഗ്യാവസ്ഥ പ്രവർത്തിയാലല്ല. എന്നിട്ട് 7-8 വാക്യം കൂടെ. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ശരിക്കും അബ്രഹാമിന് നീതീകരിക്കപ്പെട്ട സമയത്ത് ഇത്രയും വലിയ സാക്ഷ്യമൊന്നും കാണത്തില്ല. ഇദ്ദേഹത്തിന്റെ സാക്ഷ്യം അറിയാമോ? 2 ശമൂവേലിന്റെ പുസ്തകം എടുക്കണ്ട, 11-12 അധ്യായങ്ങളിലുണ്ട്. എന്തെല്ലാം കാര്യമാ ജീവിതത്തിൽ ഉണ്ടായി. സ്ത്രീയെ മോഹിച്ചു, ഭർത്താവിനെ വ്യാജം പറഞ്ഞ് കളിപ്പിച്ച് കൊന്നു, അല്ലേ? മോഹിച്ചു, കള്ളം പറഞ്ഞു, കൊന്നു, പിന്നെ സ്ത്രീയുമായിട്ട് വ്യഭിചാരം നടത്തി. 10 കൽപ്പനയിൽ എത്ര കൽപ്പന പോയി? നിയമം അനുസരിച്ച് ഭൂമിയിൽ വെച്ചോണ്ടിരിക്കരുത്, കൊല്ലണം. ആ മനുഷ്യനാണ് പറയുന്നത്
അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഈ മനുഷ്യനെ ദൈവം നീതീകരിച്ചു. പ്രവാചകൻ വന്ന് പറഞ്ഞു, യു ആർ ദാറ്റ് മാൻ. ഞാൻ പാപിയാണ്. He repented of his sin and he trusted God. ദൈവം അവനെ നീതീകരിച്ചു. What a gospel! What a gospel! എന്റെ പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ലോകത്തിലെ ഏത് വൃത്തികെട്ടവരെയും പാപിയെയും മഹാപാപിയെയും നീതീകരിക്കുന്ന സുവിശേഷമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. What a wonderful gospel! Praise the Lord. പ്രവൃത്തിയാലല്ല ദാവീദ് നീതീകരിക്കപ്പെട്ടത്. എന്തു ചെയ്യാൻ ഒക്കും? ഊരിയാവിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒക്കും? ബൈ ഫെയ്ത്ത്. സങ്കീർത്തനം 51 ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ഹി ട്രസ്റ്റഡ് God. Hallelujah. Praise the Lord. Pastor Saju Simon തയ്യാറാകണം to come and conclude it. And let's just glorify God. എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ എൻ്റെ മോളെ തോന്നുന്നുണ്ടെങ്കിൽ we must sing it out, celebrate it, and then the man of God will pray and say the benediction. Next week ഇതിന്റെ continuation ആയിരിക്കും. എത്ര വലിയ സുവിശേഷമാണ്. അതിനെ ഡേവിഡ് വിളിക്കുന്നുണ്ടല്ലോ ഭാഗ്യാവസ്ഥ എന്ന. നോക്കിക്കേ ആ വാക്യം, 6-ാം വാക്യം. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു. എന്താണ് ഭാഗ്യം? ഭാഗ്യമോ, ഞങ്ങള് 2 നിലയുടെ വീടും 3 കാറും പിന്നെ ബട്ട്ലർ ഉണ്ടെന്ന്. അയ്യോ, അത് ആരുടെയും പേരല്ല, അവിടെ സഹായിക്കാൻ നിൽക്കുന്ന പുള്ളിയാ ബട്ട്ലർ. അതല്ല ഭാഗ്യാവസ്ഥ. ഇവിടെ ദാവീദ് പറയുന്നത് എന്ത് ഭാഗ്യാവസ്ഥ? ഈസ് ടോക്കിംഗ് അബൌട്ട് സാൽവേഷൻ. ദൈവത്തിന്റെ ഏറ്റവും വലിയ സുപ്രീം ബ്ലെസ്സിങ്. സാറാ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ടാണോ നോക്കുന്നത്? ഇത് മാസ്കും കണ്ണാടി എല്ലാം കൂടെ. സ്നേഹ കുറച്ചുകൂടെ കയറ്റി. മോളെ എന്താണ് ഭാഗ്യാവസ്ഥ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പാസ്റ്റേ ഒരു നല്ല വരൻ കിട്ടിയ എന്തൊരു ഭാഗ്യം. അതൊക്കെ നല്ല കാര്യം കേട്ടോ, അതൊക്കെ ഭാഗ്യം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ, ഗുഡ്. പക്ഷെ ഇവിടെ പറയുന്ന ഭാഗ്യസ്ഥിതി എന്താണെന്നറിയാം? ഈസ് ടോക്കിംഗ് അബൌട്ട് സാൽവേഷൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് സുപ്രീം ബ്ലെസ്സിങ് അതാണ്. ദൈവം പാപം കണക്കിടാതെ മാനസാന്തരപ്പെടുന്നവർക്ക് നീതി കണക്കിടുന്ന ആ സുവിശേഷം. അധർമ്മം അതൊക്കെ 32-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യമാണ്. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അധർമ്മം മോചിച്ചും. ഏറ്റവും പുറകിലിരുന്ന് ജോൺസൺ കൈവോക്കി. ഉണ്ട് സ്തോത്രം. വേറെ ഒരു കൈ, അത് സൗരി സിസിലിയാന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ എഴുതിയിരിക്കും. അതാണ് ഭാഗ്യവാൻ. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ. എന്താ പാപം കണക്കിടാഞ്ഞേ? ദൈവത്തിൽ ആശ്രയിച്ചു, നീതി അവന് കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് വാസ്തവത്തിൽ ഈ 32-ാം സങ്കീർത്തനം എഴുതുന്ന ഈ ബേത്ശേബയുമായിട്ടുള്ള ആ പാപം പുറത്തു വന്നു കഴിഞ്ഞാണ് എത്ര വലിയ ഉന്നതങ്ങളിൽ നിന്ന് അദ്ദേഹം വ്യഭിചാരം ചെയ്ത് വീണുപോയി. എത്രയൊക്കെ കൽപ്പനകൾ അദ്ദേഹം ലംഘിച്ചു. He was a wretched sinner. പക്ഷെ അദ്ദേഹത്തിന് കരുണ ലഭിച്ചു. പ്രവാചകൻ മുഖാന്തരമായിട്ട് ദൈവത്തിന്റെ കൺവിക്ഷൻ അദ്ദേഹത്തിന് ഉണ്ടായപ്പോൾ അദ്ദേഹം മാനസാന്തരപ്പെട്ടു. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്.
സ്തോത്രം. നമുക്ക് അല്പസമയം ഇതൊന്ന് ധ്യാനിക്കാം, ഒന്ന് ചിന്തിക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. We are not saved by, ഒരു പ്രവൃത്തികൾ കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഞാൻ തിരിച്ചൊന്ന് പറയാൻ പോവാ.